അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഫുള്ള് ബോട്ടിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കണവരുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഡ്രിങ്ക്സും കിട്ടും. നമ്മൾ ഈ ഫ്ലാസ്ക് നിരത്തി വെച്ചുള്ള പോലെ തന്നെയാണ് കുപ്പി നിരത്തി വെച്ചുള്ളത്. അപ്പോൾ പറഞ്ഞാൽ മതി, പെഗ് ഒഴിച്ചു തരും, അതിൽ നമ്മൾ വാട്ടർ മിക്സ് ചെയ്യുക, കുടിക്കുക. അതാണ് അവിടുത്തെ പരിപാടി. അതിനുള്ളിൽ പബ്ലിക്കായിട്ട് തന്നെ ആൾക്കാർ കഴിക്കേണ്ട ഒരു കുഴപ്പമില്ല. വാ, എന്ത് ഭംഗിയുള്ള വ്യൂ അല്ലേ. നമ്മൾ വരുമ്പോൾ ഉള്ള ഐസിനെക്കാട്ടും കൂടുതൽ ഐസ് ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക്. നല്ല ടെമ്പറേച്ചർ ലോ ആയിട്ടും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ അന്ന് വരണേക്കാട്ടും കൂടുതൽ ഐസാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ. അതാണ് നമ്മുടെ റോഡ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ റോഡ്. ഈ റോഡിൽ കൂടെയാണ് നമ്മൾക്ക് ഇങ്ങനെ ഇറങ്ങി പോകേണ്ടത്. നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ ഹെയർ പിന്നുകൾ കാണാൻ. ടോപ്പ് മുകളിൽ നിന്ന് ഹെയർ പിന്ന് കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ഭൂന്തില എത്താറായിട്ടാണ്. ഭൂന്തിലേക്ക് ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ സമയം 3:15. ഭൂന്തില കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള നല്ല സ്ഥലങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭൂന്തിലയിൽ സ്റ്റേ ചെയ്യാമെന്നാണ് ഇപ്പോൾ വിചാരിച്ചുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മളിത് ഭൂന്തില എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് നമ്മൾ അന്ന് ഭൂന്തിലയിൽ സ്റ്റേ ചെയ്തല്ലോ, ആ സ്റ്റേ ചെയ്ത അതേ റൂമിലാണ് നമ്മൾ ഇന്നും നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തത്തെ കാഴ്ച നമുക്ക് കാണിച്ചു തരാം ഒന്ന്. ഇതാണ് പുറത്തത്തെ കാഴ്ച. ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ സമയം 4 മണിയായി. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ശരിക്കും പറഞ്ഞാൽ 4 മണിക്കൊക്കെ ഇവിടെ സൂര്യൻ 3:30 ആകുമ്പോഴേക്കും സൂര്യൻ അസ്തമയം തുടങ്ങും ഇവിടെ.